ഫുള്ള് ഞാനിത് എന്തെന്നാ സർപ്രൈസ് നോക്കിയപ്പോ 2 ബട്ടർ നട്ട് ഇങ്ങനെ ഞാൻ പറിച്ച് തീരുന്ന് ഇങ്ങനെ തിരിയുമ്പോ ഇവിടെ വീണ്ടും വളർന്നു. ഞാനിപ്പോ എങ്ങോട്ടേക്ക് പൊയ്ക്കൊണ്ടിരിക്കണെന്ന് അറിയോ? എന്റെ ഗുരുവിന്റെ വീട്ടിലേക്കാണ്. ഗുരു എന്ന് പറയുമ്പോൾ ഡാൻസിലും പാട്ടിലൊന്നും അല്ല കേട്ടോ, അതായത് കൃഷിയുടെ കാര്യത്തിൽ എൻ്റെ ഗുരു. അപ്പോൾ നമ്മുടെ വീടിൻ്റെ തൊട്ടടുത്താട്ടോ അങ്ങളുടെ വീട്. അപ്പോൾ അങ്ങളുടെ വീട്ടിൽ ഇന്നൊരു വെറൈറ്റി സംഭവം നടക്കാൻ പോവാണ്. അതെന്താ കാര്യം എന്നുള്ളത് അവിടെ ചെന്നിട്ട് ഞാൻ കാണിച്ചു തരാം കേട്ടോ. വാ. ഇത് ജയനങ്കിള് എൻ്റെ കാർഷികമായിട്ടുള്ള രീതിയിൽ എൻ്റെ ഗുരുവാണ്. പിന്നെ എന്താ പറയാ, നമ്മുടെ അച്ഛൻ്റെ സ്ഥാനം എന്നൊക്കെ പറയില്ലേ, അങ്കിള് വന്ന് നമ്മുടെ ഫാമിലാണെങ്കിലും എല്ലാ പണിയും ഇങ്ങനെ ഓരോന്നായിട്ട് എനിക്ക് ചെയ്തു തരും, സെറ്റ് ചെയ്ത് തരുകയൊക്കെ ചെയ്യണത് അങ്കിളാണ്. ഇടയ്ക്കിടയ്ക്ക് വഴക്ക് പറയുകയും ചെയ്തു. എന്തെന്നാണ് ഈ കാണുന്നത് എന്നൊക്കെ പറഞ്ഞു. അവനെന്ന് പറയുന്നത് നമ്മുടെ രീരിക്കൂട്ടനാട്ടോ നമ്മൾ വീഡിയോ എടുക്കണേ. രീരിക്കൂട്ടനാണ് വീഡിയോ എടുത്തോണ്ടിരിക്കണേ. അപ്പൊ രീരിക്കൂട്ടനെ ഇടക്കിടക്ക് നല്ല ചീത്ത വിളിക്കാറുണ്ട്. ഇന്നും കൊടുത്തിട്ടുണ്ട് ആവശ്യം പോലെ. പക്ഷെ നല്ലതിന് വേണ്ടിട്ടാട്ടോ അങ്കിളിനെ എല്ലാം ഇങ്ങനെ നമ്മുടെ കൃഷിപരമായിട്ടുള്ള രീതിയിൽ അങ്കിള് എല്ലാം കൃത്യമായിരിക്കണം. അപ്പൊ അതുപോലെ തന്നെ അങ്ങനെ കൃത്യമായിട്ട് ചെയ്തുണ്ടാക്കിയിട്ടുള്ള സംഭവമാണ്. അതെ ആക്ച്വലി കുക്കുംബറൊക്കെ അങ്കിൾ ഇഷ്ടം പോലെ ചെയ്തിട്ടുണ്ടായിരുന്നു അല്ലേ? ഇതിപ്പോ ചീരയാണ്. ഇനിയിപ്പോ അടുത്ത കുക്കുംബർ ഇടാൻ പോണ്. അപ്പുറത്ത് തണ്ണിമത്തൻ, പൊട്ടുവളരി എല്ലാം സ്റ്റാർട്ട് ആയിക്കൊണ്ടിരിക്കണം. അപ്പൊ ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്ന ബട്ടർ നട്ട് ഹാർവെസ്റ്റ് ചെയ്യുമ്പോൾ എന്നെ തീർച്ചയായിട്ടും വിളിക്കണം. ഈ സംഭവം അങ്ങനെ നമുക്ക് അധികം കാണാൻ കിട്ടുന്ന ഒരു സംഭവം അല്ലല്ലോ. നമ്മുടെ നാട്ടിലെ ബട്ടർ ഹോസ് ഉണ്ടാവാൻ ബട്ടർ നട്ട് ഹോസ്. അപ്പൊ ഇത് ഇഷ്ടമുള്ളവർക്ക് ഇഷ്ടമുള്ള രീതിയിൽ യൂസ് ചെയ്യാം. കറി വെക്കാം, അതുപോലെ തന്നെ പായസം വെക്കാം, ഷേക്ക് അടിക്കാം. ഒരു മത്തങ്ങയുടെ ഇതാണിത്. മത്തങ്ങ നമ്മുടെ മത്തങ്ങക്ക് വേറെ, മറ്റവര് ഉപയോഗിക്കുന്നത് മത്തങ്ങ ഇതാണ്. മത്തങ്ങക്ക് ഷേക്ക് അടിക്കാൻ പറ്റുമോ? ഈ മത്തങ്ങക്ക് ഇതടിക്കാം, മറ്റേത് പായസം വെക്കാം. നമ്മുടെ മത്തങ്ങ എടുത്താലും ഷേക്ക് അടിച്ചേക്കരുത്. നമ്മുടെ മത്തങ്ങയും കൊണ്ട് നമുക്ക് പായസം വെക്കാം, ഇതെല്ലാം ചെയ്യാം, കറി വെക്കാം, നമുക്ക് ഇഷ്ടമുള്ളതൊക്കെ ചെയ്യാം. ഇത് കാര്യം. അപ്പൊ നമുക്കെന്നാ പൊട്ടിച്ചു അവിടെ നിന്ന് പഠിക്കാം, അവിടെ നിന്ന് തുടങ്ങാം. ഇത് ഫസ്റ്റ് തുടങ്ങട്ടെ. അങ്ങനെ ഫസ്റ്റ് പൊട്ടിച്ച് ഫുള്ള് നല്ല വലിപ്പം ഉണ്ട് കേട്ടോ. 2 കിലോ ഒക്കെ വരും. 2 കിലോ ഒക്കെ വരും. 2 കിലോ ഒക്കെ വരുമോ? 2 കിലോ ഒക്കെ വരും. പായസം വെച്ചാ അങ്കിൾ എനിക്ക് അത് ഞാൻ പറഞ്ഞല്ലോ. എന്റെ ബർത്ത്ഡേക്ക് എനിക്ക് എന്റെ ബർത്ത്ഡേക്ക് ഒരാള് രാവിലെ വന്നിരിക്കുക കേട്ടോ. രാവിലെ വന്ന് ഗിഫ്റ്റ് ബർത്ത്ഡേ സർപ്രൈസ്. ഞാനിത് എന്തെന്നാ സർപ്രൈസ് നോക്കിയപ്പോ 2 ബട്ടർ നട്ട്. എനിക്ക് ഭയങ്കര സന്തോഷം. അതിലാണ് ഞാനൊന്ന് പായസം വെച്ചത്. ഇവിടൊക്കെ ചീര കൃഷി കേട്ടോ. ഓക്കെ കണ്ടോ? ഇത് പൊട്ടിക്കട്ടെ. എല്ലാം പൊട്ടിക്കോ, മൂത്തൊക്കെ പൊടിക്കോ. ഓക്കെ, മൂത്തൊക്കെ പൊടിച്ചാൽ നമുക്കേ ഒന്നിച്ചിട്ടേ അത് പൊടിക്കോ. ആ കൊട്ടയിലിട്ട് ഒന്നിച്ച് ഫോട്ടോ എടുക്കായിരുന്നു. കൊട്ട എടുത്തു. അങ്ങനെ ഒടിച്ചെടുത്താ മതിയാ? വേണ്ടല്ലോ. അതെ, വെറുതെ സിസറൊക്കെ എടുത്തിട്ട് അങ്ങനെ ഒടിച്ചെടുത്താ മതി അല്ലേ? ഞാൻ ഒടിക്കാം. അങ്ങനെ എടുക്കാൻ മനസ്സിലായി. ഓ, തണ്ടില് പിടിച്ച് ഓടിക്കണം. നല്ല രസമുണ്ട് കാണാൻ. ഇതേപോലെ വിളവെടുക്കാൻ ഞങ്ങൾ വരും. ശരി, നമുക്ക് അടിപൊളിയാകണം. എന്തെങ്കില് ഞാനിത് കൊടുത്തോണ്ട് ഈ പൊട്ടുവളരി കൊടുത്തോണ്ട് സുഖമായിട്ട് എടുക്കാമല്ലോ അല്ലേ? സുഖമായിട്ട് എടുക്കാം. അപ്പൊ കത്രിക വേണ്ടായിരുന്നു. കത്രിക വേണ്ട, കത്രിക വിലം പിടിച്ച് സുഖമായിട്ട് എടുക്കല്ലോ. കുഞ്ഞിക്കായ ഇത് മൂപ്പായി. അതായിട്ടില്ലെന്ന് തോന്നുന്നു. വേണമെങ്കിൽ ഇവിടെ കിടക്കട്ടെ. ഇതെടുക്കാലോ. അത് പോയി കിടക്കാണ്. ഇതിന്റെ അകത്ത് കേടൊന്നുണ്ടാവൂല.
പൊടിക്കോ ഉണ്ടാ ഓക്കെ ഇതാങ്ങള് എടുത്തോ അങ്ങളെ ഇതിന് എന്തുകൊണ്ടാണ് ബട്ടർനട്ട് ഹോസ് എന്ന് പേര് വന്നത്? ഇത് വിദേശിയാണ്. ഇത് വിദേശി ആയതുകൊണ്ടാണ്. വിദേശികളെ ഇട്ടാണ്. അതുകൊണ്ടാണ് ബട്ടർ 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 അല്ല അല്ല അതെ ഇപ്പൊ തന്നെ നെറ്റിലടിച്ച് നോക്കിയാലേ സാധനം കിട്ടും. ബട്ടറിന് ഇതിൻ്റെ അകത്ത് കൃത്യമായി വിദേശി ഫോറിനർ ചീര 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 ഇതാണ്. ഇത് പാൽച്ചീര പാൽച്ചീര പാൽച്ചീര. അപ്പൊ ഫസ്റ്റ് കച്ചവടത്തിനായിട്ട് അങ്ങ് കൊടുങ്ങല്ലൂർന്ന് ഒരാള് വന്നിരിക്കുകയാണ് കേട്ടോ. അപ്പൊ ഇവർക്കാണ് നമുക്ക് ഫസ്റ്റ് കച്ചവടം കൊടുക്കണത് കേട്ടോ. തത്താൻഡിയുടെ മോളുടെ ഹസ്ബൻഡാണ് ഇത്. തത്താൻഡിയുടെ കൊച്ചുമോള്. അപ്പം കരാട്ടെ ക്ലാസ് ഉണ്ടെന്ന് കേട്ടോ. അപ്പൊ അതിന് ഓടാൻ പോവാണ്. എനിക്ക് പോവാൻ ടൈമായി, പെട്ടെന്ന് തായോ ഞാൻ പോട്ടെ എന്ന് പറഞ്ഞിട്ട് നിൽക്കുക. അപ്പൊ ഞാൻ കൂടുതൽ പിടിച്ച് നിർത്താൻ നിൽക്കുന്നില്ല, കാരണം എല്ലതും കിട്ടിയാലോ അല്ലെ. അതെ, ഒന്ന് കൈ വീണാ മതി, എത്ര തീരാനുള്ളൂ. അപ്പൊ ശരി, കരാട്ടെ ക്ലാസ്സിൽ പോയിട്ടോ കേട്ടോ. ടാറ്റ. ഈ കുഞ്ഞു കൊട്ടയിൽ തികയണില്ല. അപ്പൊ നമ്മള് വലിയ കൊട്ടയിലെടുത്ത് വെച്ചോ. പുല്ല് വരുമ്പോ പറിക്കണം. അതിനകത്ത് വല്ലതുണ്ടോ? അങ്കിളിനോട് എന്തെങ്കിലും ഡൗട്ട് ചോദിക്കാണ്ടോ ഇരിക്കൂട്ടാ? டவுட் நிறைய டவுட் உண்டு. இது எப்படி அங்கிள் இது எப்படி கண்டுபிடிச்சீங்க? എപ്പോഴും ഞാൻ കണ്ടുപിടിച്ചതല്ലേ വിദേശി അതില്ല അങ്കിൾ, ഇവിടെ ഒരു വിഷയം ഇരിക്കുന്നു. ഇവിടെ പക്ഷെ ഈ വെയിലത്ത് നല്ല പൊരി വെയിലെന്ന് പറഞ്ഞാണ്ടല്ലോ, ഭയങ്കര വെയിലാട്ടോ. ഈ പ്രത്യേകിച്ച് ഈ കാലഘട്ടം എല്ലാവർക്കും അറിയാലോ, നല്ല ചൂടുണ്ട്. പക്ഷെ എന്നിട്ടും നമ്മുടെ അങ്കിളിന്റെ കൃഷിസ്ഥലത്ത് ഇത് നോക്കിയാ എന്തോരം ബട്ടർനട്ട് സംഭവങ്ങളൊക്കെയാ നിൽക്കണേന്ന്. എന്തൊരു ഭംഗിയാന്നറിയാമോ ഇവിടെ കാണാൻ വേണ്ടിട്ട്. അങ്കിളിന് ആരാദ്യം പഠിപ്പിച്ചു തന്നെ കൃഷിന്ന്? അങ്ങനെ സിദ്ധാർത്ഥ ഞങ്ങൾ 2-3 ആഴ്ച കൈരളി TV പുള്ളി ഒരു കൃഷിയുടെ ഞങ്ങൾ കുറച്ച് പേരെയാണ് കാണിച്ചിരുന്നത് 3 ആഴ്ചയോളം. അങ്ങനെ പുള്ളി പെട്ടെന്ന് മരിച്ചും പോയി. പിന്നീട് പുള്ളിയുടെ പല കാര്യങ്ങളും നമുക്ക് പുള്ളിയുടെ അനിയനാണ് എനിക്ക് കൃഷിയെ പറ്റി ഇപ്പം ഞങ്ങൾക്ക് കൃഷിയിലേക്ക് ഇറക്കിയത് തന്നെ. അതെ, അങ്കിൾ അത് കണ്ടിന്യൂ ചെയ്തോണ്ടിരിക്കുന്നു. ഓക്കെ, അങ്കിൾ അത് എനിക്ക് പറഞ്ഞു തന്നോണ്ടിരിക്കുന്നു. ഇനി ഭാവിയിൽ ഞാനിത് കണ്ടിന്യൂ ചെയ്യും. എന്തെങ്ങളെ നല്ല കാര്യം, നല്ല കാര്യം. നമ്മുടെ ഫാമില് എന്തൊക്കെ ചെയ്തിട്ടുണ്ടെന്ന് അറിയോ? ചീര ചെയ്തിട്ടുണ്ട്, കുക്കുംബർ ചെയ്തിട്ടുണ്ട്, പിന്നെ പൊട്ടുവെള്ളരി ചെയ്തിട്ടുണ്ട്, പുല്ല് ചെയ്തിട്ടുണ്ട്. പുല്ല് നീ വളർത്തുന്നില്ല, പുല്ല് വളർത്തുന്നത് ഇവനാണ്. ഇവന് നല്ല കാതില് പിടിച്ചു കൊടുക്കുന്നുണ്ട്. അവൻ പുല്ല് കൃഷി ചെയ്താ വിജയിക്കും. പുല്ല് കൃഷി ചെയ്താൽ അവൻ ഭയങ്കരമായിട്ട് വിജയിക്കും. അതെ, നമ്മുടെ ഫാമില് ഈ കളകൾ പറിച്ചു കളയണം താങ്കൾ എപ്പോഴും പറയും. പക്ഷെ അവൻ കേൾക്കത്തില്ല. അവൻ പുല്ല് വളർത്തിക്കൊണ്ടിരിക്കുക അവിടെ. അവൻ ശരിയായിക്കോളും. ചാണകപ്പൊടി കുക്കുംബറിനിടാൻ പറഞ്ഞു. എനിക്ക് തോന്നുന്നത് അത് മൊത്തം പുല്ലിനെ ഇട്ടോണ്ടിരിക്കണേന്ന്. അവൻ പറഞ്ഞതറിയോ? ഇങ്ങോട്ട് ഞാൻ പറിച്ച് തീരുന്ന് തിരിയുമ്പോ ഇവിടെ വീണ്ടും വളരുന്നു. അയ്യോ ഇല്ലടാ, നിന്നെ ഫുൾ മലയാളി ആക്കണത് എന്ത് ചെയ്യണമെന്ന് മലയാളി ആന്റി പറയാ, പെണ്ണ് കിട്ടിച്ചാ മതിന്ന്. അപ്പൊ അങ്കിള് പറയാ, ഇവിടെ ഉള്ളവർക്കേ പെണ്ണ് കിട്ടണല്ലോ, അപ്പോഴാണ് നിനക്ക് കിട്ടാൻ പോണത്. അപ്പൊ അങ്കിളുടെ കൃഷി സ്ഥലത്തെ ഏറ്റവും കുഞ്ഞു വിളവെടുപ്പാണ് ഈ കാണുന്നത് കേട്ടോ. അപ്പൊ ഇനിയും അല്ലെ അങ്കിളെ അടിപൊളിയായിട്ട് നമ്മൾക്ക് ആരോഗ്യമുള്ളടത്തോളം നല്ല ഭക്ഷണം ജനങ്ങൾക്ക് കൊടുക്കാം. അപ്പൊ എനിക്ക് ഏറ്റവും അങ്കിളിന്റെ ഇഷ്ടമുള്ള ഒരു കാര്യം എന്താണെന്നറിയോ? അങ്കിള് കൃഷി സ്ഥലം ഒറ്റയ്ക്കാണ് മെയിൻറ്റെയിൻ ചെയ്യണേ. അത് വാനം വരുന്നത് തൊട്ട് തൈ വെക്കുന്നത് തൊട്ട് പിന്നെ വിളവെടുക്കുന്നത് വിളവ് കഴിയുന്നത് വരെ അതെ എല്ലാം അങ്കിള് ഒറ്റയ്ക്കാണ് നിന്ന് ചെയ്യുന്നത് കേട്ടോ. ഇന്നലെ ചീര തട്ട്, ഇന്നലെ ചീര അത് തത്ത നമ്മൾക്ക് ഒരു വെപ്പ്. അപ്പൊ അങ്കിളിന്റെ വൈഫും ഒബ്വിയസ്ലി ഒപ്പം കൂടെ ഒരു ബാക്ക് ബോൺ ആയിട്ട് നിൽക്കുന്നോണ്ടാണല്ലോ ഇതൊക്കെ സാധിക്കുന്നത് അല്ലെ. അപ്പൊ ശരിക്കും ഒരു ഹാറ്റ്സ് ഓഫ് അങ്കിൾ. കൂടെ കൂടെ എന്നെയും പഠിപ്പിച്ചിരുന്നുണ്ട്, നമ്മുടെ ഫാമിലിയും ചെയ്യുന്നുണ്ട്. ഇതൊക്കെ വലിയ കാര്യം തന്നെയല്ലേ അല്ലേ? പിന്നെ നമുക്ക് ഒരു വിഷം ഇല്ലാത്ത നല്ല നാച്ചുറൽ സാധനം ജനങ്ങൾക്ക്
ഭക്ഷണമായിട്ട് കൊടുക്കുന്നത് ഏറ്റവും വലിയ പുണ്യമല്ലേ? അതെ അതെ, ഏറ്റവും വലിയ പുണ്യമാണെങ്കിൽ, അതായത് എല്ലാം അങ്കിൾ ഓർഗാനിക് ആയിട്ടാണ് ചെയ്യുന്നത് കേട്ടോ. ഒന്നുപോലും ഇതിൽ കെമിക്കൽ അങ്കിൾ യൂസ് ചെയ്യാറില്ല. അത് തന്നെയാണ് എന്നെയും പഠിപ്പിച്ചു തരുന്നത് അങ്കിള്. ഇനി തരാൻ പോകുന്നത് ജീവാണു കൃഷിയിലേക്കാണ്. ജീവാണു കൃഷി, അതെന്തിട്ട് അത് കൃഷി? അത് പിന്നീട് ഞാൻ പറഞ്ഞു തരാം. ജീവാണെന്ന് പറയും. നീ ആദ്യം പുല്ല് പറിക്കാൻ പറ്റും. അല്ല, അത് പിന്നീട് പറഞ്ഞു തരാം, നിങ്ങളെ പഠിപ്പിച്ചു തരാം. ഓക്കെ, അപ്പൊ എല്ലാം അങ്കിള് പഠിപ്പിച്ചു തരും കേട്ടോ. അങ്കിള് ചാച്ച പറഞ്ഞേക്ക, ചാച്ചാ. സ്വന്തം സ്ഥലത്ത് ഇതുപോലെ കായ്കൾ ഇങ്ങനെ ഉൽപ്പാദിപ്പിച്ച് വിഷമില്ലാത്ത കായ്കളും പച്ചക്കറികളും ഇങ്ങനെ ആൾക്കാർക്ക് കൊടുക്കുമ്പോൾ ഉണ്ടാവുന്ന സന്തോഷം ഉണ്ടല്ലോ, ഭയങ്കരം തന്നെ കേട്ടോ.